ये कहां गया? हिंदू हिंसक होते हैं, ये है आपके संस्कार, ये है आपका चरित्र, ये है आपकी सोच, ये है आपकी नफरत इस देश के हिंदुओं के साथ। ये करने में ये वो लोग हैं जिन्होंने हिंदू आतंकवाद ये शब्द गढ़ने की कोशिश की थी। हिंदू धर्म को उसकी तुलना डेंगू, मलेरिया ऐसे शब्दों से करें और ये लोग तालियां बजाएं, ये देश कभी माफ नहीं करेगा। നമസ്കാരം. ഹിന്ദുക്കളെ അവഹേളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമെന്നാരോപിച്ച് നരേന്ദ്രമോദി. ഈ രാജ്യത്തെ ജനങ്ങൾ നൂറ്റാണ്ടുകളോളം ഇത് മറക്കില്ല. ഇതേ ആളുകൾ തന്നെയാണ് ഹിന്ദു ഭീകരവാദം എന്ന വാക്കുണ്ടാക്കിയത്. ഇവരുടെ സഖ്യകക്ഷികളാണ് ഹിന്ദു ധർമ്മത്തെ ഡെങ്കുവിനോടും മലേറിയയോടും ഉപമിച്ചതെന്നും ലോക്സഭയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു. പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം വിളികളുടെ ഇടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. രാഹുൽ ഗാന്ധിയെ ബാലബുദ്ധി എന്ന് വിളിച്ച നരേന്ദ്രമോദി കോൺഗ്രസിനെ കണക്കറ്റ് പരിഹസിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മറുപടി നൽകിയോ മോദി? രാഹുലിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായോ? ഹിന്ദു അവഹേളനവാദം നിലനിൽക്കുമോ? പ്രതിപക്ഷം ബഹളം വെച്ചത് ശരിയായോ? ഈ ചർച്ചയിൽ ശ്രീ സന്ദീപ് വാര്യർ BJP, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ഡോക്ടർ വി ശിവദാസൻ MP CPM എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, നമ്മൾ കഴിഞ്ഞ 10 വർഷവും കാണാത്ത കാഴ്ചകളാണ് പാർലമെന്റിൽ കാണുന്നത്. ഈ പാർലമെന്റിൽ പടി തൊട്ട് വന്ദിച്ച് അകത്ത് കയറിയതിനു ശേഷം ഒരിക്കൽ പോലും നരേന്ദ്രമോദി ഒരു അംഗം പ്രസംഗിക്കുന്നതിനിടെ എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ 2 തവണ പ്രധാനമന്ത്രി ഒബ്ജക്ഷനുമായി എഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ മുഴുവൻ സമയവും 2 മണിക്കൂറോളം മുഴുവൻ സമയവും മുദ്രാവാക്യം മുഴങ്ങുകയാണ്. വളരെ ഹൊസ്റ്റൈലായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വരുന്നു. പ്രധാനമന്ത്രി ഓരോ കാര്യം പറയുമ്പോൾ ചില പഞ്ച് ഡയലോഗുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പ്രതിരോധത്തിലാണോ? അല്ല, വാസ്തവത്തിൽ ഇന്ന് ലോക്സഭയിൽ നടന്ന ഒരു കാര്യവും കേരളം കാണാതിരിക്കാൻ വേണ്ടി, മലയാളികൾ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അതീവ ശ്രദ്ധ അത് വളരെ മോശമായിപ്പോയി. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള മറുപടി പ്രസംഗം, ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം വളരെയധികം ദീർഘനേരം ചർച്ച ചെയ്യുകയും തത്സമയ സംപ്രേഷണം നൽകുകയും ഒക്കെ ചെയ്ത നിങ്ങളുൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ കേരളത്തിൽ തമസ്കരിച്ചത് നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുകയാണോ എന്നുള്ള സംശയമാണ് വാസ്തവത്തിൽ ഉയരുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി സംവിധാനത്തോട് കാണിക്കുന്ന ഏറ്റവും അവഹേളനപരമായിട്ടുള്ള നിലപാടാണ്. മാതൃഭൂമി പോലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ ആരും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത് പഴയ മാതൃഭൂമിയല്ല എന്ന് ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെടുത്തിട്ടുള്ള ഈ നിലപാട് അത്യന്തം അപലപനീയമാണ്, അത് ഖേദകരമാണ്. മാതൃഭൂമി ഒരു സ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയായി പോയതുകൊണ്ട്, ഒരു ചായക്കടക്കാരൻ്റെ മനായതുകൊണ്ട്, ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് ബഹിഷ്കരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുമുണ്ട്. ഏകപക്ഷീയമായിരിക്കില്ല. അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. അറിയാമെന്ന് ഞങ്ങൾ മുൻകാലങ്ങളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രിയെയോ പാർലമെന്റിനെയോ ബഹിഷ്കരിക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ എല്ലാ ചാനലുകളും, താങ്കൾ ആ സമയത്ത് TV കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഭവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു. അത് ഒരു ചാനൽ, മാതൃഭൂമി മാത്രമല്ല, എല്ലാ ചാനലുകളും അല്ലെങ്കിൽ മുഖ്യധാരാ ചാനലുകളെല്ലാം ഒരേ വിഷയത്തിലായിരുന്നു. അത് പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. അങ്ങനെയാണ് പിന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. അത് കുറെ കൂടി ഐബോൾസ് കിട്ടുന്ന ഒരു വിഷയം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ കാണണ്ട. അഭിലാഷേ, ഞങ്ങൾ തിന്നുന്നത് ചോറാണെന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ആ മാധ്യമങ്ങളിലെ പല മാധ്യമപ്രവർത്തകരും ചേർന്ന് ഇന്ന് പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കാൻ എടുത്തിട്ടുള്ള ചില ഗൂഢാലോചനകളും ചില തീരുമാനങ്ങളും ഒക്കെ ഞങ്ങളും അറിയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ മാതൃഭൂമിയുടെ തലപ്പത്തുള്ള ആളുകളെ തന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രതിഷേധം അവിടെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയും അക്കാര്യങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യം കാണുന്നുണ്ട്. ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് എപ്പോഴും ഏകപക്ഷീയമാണെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്
ഒരു കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോഴാണ് എന്ന് കരുതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്നു. സാധാരണഗതിയിൽ എപ്പോഴും മാതൃഭൂമിയുടെ യൂട്യൂബ് കാണുന്ന ആളുകൾ 10,000-ന് മേലെ ആളുകളുണ്ടെങ്കിൽ ആ കൊലപാതക ദൃശ്യം കാണിക്കുന്ന സമയത്ത് അത് കേവലം 1000 പേര് മാത്രമാണ് കണ്ടിരുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കാണാൻ ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇഷ്ടപ്പെട്ടത് കൊണ്ടാവണമെന്നില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാവണമെന്നില്ല, എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ യുവ സമൂഹമുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുണ്ട്, അവരൊക്കെ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങളിലൂടെയാണ്. ആ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും തന്നെ യോജിക്കാനാവുന്നതല്ല. കേരളത്തിൽ സാമാന്യ ബോധമുള്ള ഒരാൾക്കും നിങ്ങളോട് യോജിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളെ താല്പര്യം റേറ്റിംഗ് ആണ് എന്ന് പറയാതെ പറയുകയാണ് അഭിലാഷ് പോലും ചെയ്തത്. ആ റേറ്റിംഗിന് വേണ്ടി രാജ്യത്തെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തെ ബഹിഷ്കരിക്കുക, അതിലുപരിയായിട്ട് മറ്റെന്തോ പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിന് അന്തസത്ത ഇടിച്ചു താഴ്ത്തുന്ന ഒരു പരാമർശമായി പോയി. അതൊരിക്കലും ഒരു മാധ്യമം, പ്രത്യേകിച്ച് മാതൃഭൂമി പോലൊരു മാധ്യമ സ്ഥാപനത്തിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കേരളത്തിലെ നിരവധി മാധ്യമങ്ങൾ ഒരു ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലെ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഈ ബഹിഷ്കരണമൊക്കെ തിരിച്ചും അത് ഏകപക്ഷീയമായിരിക്കില്ല, തിരിച്ചും ബഹിഷ്കരിക്കാൻ സാധിക്കും. അത് കേവലം ചർച്ചയ്ക്ക് വരാത്ത ബഹിഷ്കരണമൊന്നുമല്ല. ഇത്തരം പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. ഇവിടെ BJPക്ക് കിട്ടുന്ന വോട്ടിംഗ് പെർസെന്റേജിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുള്ള ഒരു നാട് തന്നെയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തെയും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന് പരസ്യം തരുന്ന പരസ്യദാതാക്കളെയും വേണമെങ്കിൽ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർക്കും എടുക്കാൻ സാധിക്കും എന്ന് വളരെ മിതമായ ഭാഷയിൽ മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ്. ഇതിങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാൻ പോലും കേരളത്തിലെ ഹിന്ദു സമാജം പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ടി. കാരണം ഹിന്ദു സമാജത്തിന് നേരെ നടന്നിട്ടുള്ള വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി കൂടി ഇന്ന് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതിനെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചില മാധ്യമ സ്ഥാപനങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള മീശ വിവാദവും ഒക്കെ മാതൃഭൂമിയുടെ ആളുകളുടെ മനസ്സിലൂടെ ഒന്ന് പോയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് മാത്രമുള്ള മുന്നറിയിപ്പാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനമല്ല. പക്ഷേ ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. ഇത് തിരുത്തണം. ഇനി മേലാൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നത് പോലെ നിങ്ങൾ രാഷ്ട്രീയമായി എതിർത്തോ, ചർച്ചയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞോ, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഉയർത്തിക്കോ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം, മാതൃഭൂമി പോലെ മാധ്യമ സ്ഥാപനം ഇന്ന് രാവിലെ പത്രമച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിക്ക് നന്ദി. എന്തിനാ നന്ദി പറയുന്നത്? 77-ൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശി മാതൃഭൂമി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സെൻസർ ഏർപ്പെടുത്തിയതിനാണോ ഇന്ന് മാതൃഭൂമി നന്ദി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക്? എന്ത് തലക്കെട്ടാണിത്? എന്ത് മാന്യതയാണ് ഇതിലുള്ളത്? ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തന രംഗത്ത് നിങ്ങളുടെ നിലവാരം അത്രത്തോളം തരംതാണ രീതിയിലേക്ക് ഒന്ന് പോയി എന്ന് പറയാതെ വയ്യ. മാതൃഭൂമി ഏറെക്കാലം സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ്. വായിക്കാൻ തുടങ്ങിയത് മാതൃഭൂമി വായിച്ചിട്ടാണ്. അത്ഭുതം തോന്നിക്കുന്ന കാര്യമാണ്. സീരിയസ്ലി ഒരു തലക്കെട്ടിലൊക്കെ ഇത്രയും വിഷമം തോന്നേണ്ട കാര്യമുണ്ടോ? തലക്കെട്ടുകൾ മാധ്യമങ്ങൾ ഇടാറുണ്ട്, അത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിൽ ഇടാറുണ്ട്. പിന്നെ ഞാൻ ഈ വിഷയം തർക്കിച്ചിന് മുഴുവൻ സമയവും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രധാനമന്ത്രിയെയോ ആരെയെങ്കിലുമോ ബഹിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഹിഷ്കരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ബഹിഷ്കരണം, അതിന് വിമർശനവും എതിർപ്പും ഒക്കെ ഉണ്ടാവുമെങ്കിലും ബഹിഷ്കരണം എന്നുള്ളത് ആരോടുമില്ല, പ്രധാനമന്ത്രിയോടുമില്ല, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോടുമില്ല, മറ്റാരോടുമില്ല. ഇത് ബഹിഷ്കരണമായി കാണണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അതല്ലാതെ അതിനെ ആ നിലയ്ക്ക് പറഞ്ഞതല്ല. മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അല്ലാതെ തീരുമാനമെടുത്ത് പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറഞ്ഞതാണ്. അല്ല, ഞാൻ തർക്കത്തിന് വേണ്ടി പറയുകയല്ല. നിങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രസംഗം ഏകദേശം 2 മണിക്കൂറിലധികം നീണ്ട പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ നിങ്ങൾ കേൾപ്പിച്ചത് 30 സെക്കൻഡ് നേരാണ്. 30 സെക്കൻഡ്. ഇത് ഫെയർ പ്രാക്ടീസ് ആണോ? ഇത് അഭിലാഷ് ഒരു വളരെ സീനിയർ മാധ്യമ പ്രവർത്തകൻ, എത്രയോ മാധ്യമങ്ങൾ താങ്കൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റൊരു വാർത്തയുണ്ടായിരുന്നു, നിങ്ങൾക്ക് 1/2 മണിക്കൂറെങ്കിലും പ്രധാനമന്ത്രി പ്രസംഗം കേൾപ്പിക്കാമായിരുന്നല്ലോ, ഒരു 10 മിനിറ്റ് കേൾപ്പിക്കാമായിരുന്നല്ലോ. 30 സെക്കൻഡാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ച് നിങ്ങൾ കാണിച്ചത്. ഇതെന്ത് ഫെയർ പ്രാക്ടീസ് ആണ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കും? തെറ്റ് നിങ്ങൾ സമ്മതിക്കണം. അല്ല, ഈ കാര്യത്തിൽ ബിജെപിയുടെ റിസർവേഷൻ അല്ലെങ്കിൽ താങ്കളുടെ വിമർശനമാണ്. ഇപ്പോ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾപ്പിച്ച നിങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മതിയായ സമയം കേൾപ്പിച്ചില്ല. പൂർണ്ണമായും ബഹിഷ്കരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കേൾപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ദീർഘസമയം കേൾപ്പിച്ചില്ല എന്ന താങ്കളുടെ വിമർശനം, ഓക്കെ, താങ്കളുടെ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാലോ. അല്ല, എൻ്റെ വിമർശനം നിങ്ങൾ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ തീർച്ചയായിട്ടുമുള്ള പ്രതിക്രിയ സ്വാഭാവികമായിട്ടും നേരിടേണ്ടി വരും.
അത് കേരളത്തിലെ മാതൃഭൂമി മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങളുടെ പ്രതിക്രിയ ഞങ്ങൾ രേഖപ്പെടുത്തും. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ മാധ്യമങ്ങൾക്കും ആ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നവർക്കും കൈപിടിച്ച് തടയാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഇനിയിപ്പോ അത് ചർച്ച ചെയ്ത് ഒരുപാട് സമയം കളയണോ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, മതി. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് പിടിച്ചും ഒക്കെ അത്തരം ബഹിഷ്കരണം തടയാൻ വേണ്ടി നടന്നവരാരൊക്കെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. അല്ല, ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം, അദ്ദേഹം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിന് നന്ദി പ്രമേയ ചർച്ചയിലാണ് പ്രസംഗിച്ചത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള നുണപ്രചരണം, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വൃത്തികെട്ട നുണപ്രചരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മറുപടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണി കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ നുണപ്രചരണങ്ങൾ, ആ നുണപ്രചരണങ്ങൾ ഇന്ന് വാസ്തവത്തിൽ അദ്ദേഹം കോട്ട് ചെയ്ത കുടുംബങ്ങളടക്കം ഇന്ന് തള്ളിപ്പറഞ്ഞിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞൊരു കാര്യം അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. രാജ്യത്തിന്റെ സൈന്യത്തിലേക്ക് യുവാക്കളുടെ എൻട്രി തടയുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായത്. അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി എൻറോൾ ചെയ്യപ്പെട്ട സൈനികൻ, വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ നൽകിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ആ കുടുംബത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സൈന്യം നേരത്തെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു. 1,10,00,000 രൂപയോളം ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് സൈന്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി വരുന്ന സൈനികരും മറ്റ് സൈനികരും തമ്മിൽ കോമ്പൻസേഷന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് ഇന്ത്യൻ സൈന്യമാണ് പറഞ്ഞത്. നിങ്ങൾ മോദി പറഞ്ഞത് വിശ്വസിക്കേണ്ട, BJP പറയുന്നത് വിശ്വസിക്കേണ്ട, ഈ ചാനൽ സന്ദീപ് വാര്യർ പറഞ്ഞ് വിശ്വസിക്കേണ്ട, പക്ഷേ ഇന്ത്യയുടെ സൈന്യത്തെ വിശ്വസിക്കണ്ടേ? 6 പതിറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലേ? ആ സൈന്യം പറയുന്നു ഇന്ത്യൻ സൈന്യം ഒരു പ്രൊഫഷണൽ സൈന്യമാണ്. ആ സൈന്യം ഒരിക്കലും ഒരു തരത്തിലുള്ള വിവേചനവും സൈനികർക്കിടയിൽ കാണിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഒരു പൂർവ്വ സൈനികന്റെ മകനായി എനിക്കുണ്ട്. വിമുക്ത ഭടന്മാരുടെ പ്രശ്നങ്ങളിൽ പോലും എപ്രകാരമാണ് സൈന്യം ഇടപെടുന്നതെന്ന് നിങ്ങൾ അറിയില്ലെങ്കിൽ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന സൈനികരോട് നിങ്ങൾ ചോദിക്കണം, വിമുക്ത ഭടന്മാരോട് ചോദിക്കണം. കേരളത്തിലെ ഏതെങ്കിലും വിമുക്ത ഭടന് ഏതെങ്കിലും സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ കലക്ടറുടെ കയ്യിൽ ഒരു പരാതി കൊടുത്താൽ, അല്ലെങ്കിൽ കോർ കമാൻഡർക്ക് ഒരു പരാതി അയച്ചാൽ എങ്ങനെയാണ് സൈന്യം പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിമുക്ത ഭടന്റെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധ കാണിക്കുന്ന ഇന്ത്യൻ സൈന്യം ബലിദാനിയായ ഒരു സൈനികനെ വിവേചനം കാണിച്ചു മാറ്റി നിർത്തി എന്ന് പാർലമെന്റിന്റെ ഫ്ലോറിനകത്ത് നിരുത്തരവാദപരമായി പച്ച നുണ പറഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണ ഈ സൈന്യത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ? 10 വർഷക്കാലം UPA ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും നിങ്ങൾ വാങ്ങിയിരുന്നില്ല എന്ന സത്യം ഇന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞല്ലേ? ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ നിങ്ങൾ വാങ്ങിയിരുന്നില്ല. അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി സഭയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ, അവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങാൻ, അതെല്ലാ കാര്യങ്ങളും ചെയ്ത് സൈന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, സൈന്യത്തിൽ മോഡേണൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് കാലങ്ങളായി നിങ്ങൾ ചെയ്യാതിരുന്ന, കോൺഗ്രസ് ചെയ്യാതിരുന്ന പരിഷ്കരണങ്ങളുമായി ഇന്ത്യൻ സൈന്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ശത്രുക്കളെ സഹായിക്കുന്ന നിലപാട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്തെടുത്തു. ഇതെങ്ങനെയാ അംഗീകരിക്കാൻ സാധിക്കുക? പച്ച നുണയല്ലേ പറഞ്ഞത്? ശരി, നുണ പറഞ്ഞു രാഹുൽ ഗാന്ധി. കുടുംബം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പണം കിട്ടിയെന്ന്? ശരി, ഓക്കെ. ഇപ്പോഴും അത് കടിച്ചു തൂങ്ങിയല്ലേ ഇവര്? ശരി, അതിൽ തുടങ്ങാൻ ചർച്ച. പറഞ്ഞോട്ടെ. അല്ല, ആ പോയിന്റിൽ കോൺഗ്രസിന്റെ മറുപടി പറഞ്ഞോട്ടെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം പറയട്ടെ. നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? നീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് നീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. ആ ഡിസൈൻ പോലും വാസ്തവത്തിൽ വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. നീറ്റ് ഡിസൈൻ, എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ വേണ്ടിയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച്. നിങ്ങൾ ആ പദപ്രയോഗം നിങ്ങൾ കേട്ടു നോക്കണം. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ 2013 UPA സർക്കാർ ഭരിക്കുമ്പോഴാണ് നീറ്റ് വന്നതെന്ന്? 2012 അത് ഡിസൈൻ ചെയ്യപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ? സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഡിസൈൻ ചെയ്യപ്പെട്ട എക്സാം വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, ലോക്സഭയിൽ പറയുകയാണ്. മറ്റൊരു വിഷയം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം, ചില കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ, ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ശരി, അല്ല, അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഡേറ്റ വെച്ച് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഓരോരോ വിഷയങ്ങളിലേക്കായി വരാം ശ്രീ സന്ദീപ്, ഓരോരോ വിഷയങ്ങളിലേക്കായി വരാം. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല,
ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രധാനമന്ത്രി തന്നെയും പറഞ്ഞത് നുണ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് നുണ പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ അഗ്നിവീറിൻ്റെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അഗ്നിവീർ സ്കീം വഴി പിന്നെ സൈന്യത്തിൽ ചേർന്ന് ഷഹീദായ ആള് കോമ്പൻസേഷൻ ഇല്ലാതെ അവഹേളിക്കപ്പെട്ടു അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? ഇന്നലെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി തന്നെ അത് ചോദിച്ചു. ഇന്ന് പ്രധാനമന്ത്രിയും ഈ പറഞ്ഞതുപോലെ കള്ളങ്ങൾ ആവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ ഉയർത്തിയിട്ടുള്ള വാദങ്ങൾക്ക് പ്രധാനമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞു പോയോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ, ഇപ്പോൾ 7:48 സമയം നമ്മൾ 7:30 ആരംഭിച്ചതാണ്. ശ്രീ സന്ദീപ് വാര്യർ കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്താനാണ് അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ ശ്രമിച്ചത്. ഇവിടെ മാധ്യമം എന്ത് ഹെഡ്ലൈൻ കൊടുക്കണം, മാധ്യമങ്ങൾ ഏതൊക്കെ ലൈവ് കാണിക്കണം എന്നൊക്കെ BJPയുടെ ഓഫീസിൽ നിന്ന് തിട്ടൂരം വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അത് നിങ്ങൾ കാണിച്ചോളൂ. പക്ഷേ ആ കൂട്ടത്തിലൊരു വാചകം കൂടെ പറഞ്ഞു, ഹിന്ദു സമാജം നേരിടും. നിങ്ങൾക്ക് ആരാണെന്ന് ഇതിൻ്റെ അട്ടിപ്പറവകാശം തന്നിട്ടുള്ളത്? നിങ്ങൾ ആരാണെന്ന് ഇതൊക്കെ ചോദിക്കാൻ? BJPക്ക് എന്ത് അവകാശം ഹിന്ദു സമാജത്തിൻ്റെ മുഴുവൻ അട്ടിപ്പറവകാശം ഏറ്റെടുക്കാൻ? ഞാൻ ഹിന്ദുവാണ്, അഭിലാഷ് ഹിന്ദുവാണ്, ശിവദാസ് ഹിന്ദുവാണ്. അപ്പോൾ ആ അഭ്യാസമൊന്നും വേണ്ട. തുടക്കത്തിലേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് BJPക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് BJPയുടേതായി പറയണം, അല്ലാതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ തലയിലോട്ട് വെച്ച് കെട്ടിക്കൊണ്ട് ആ ഇടപെടൽ വേണ്ട. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ താങ്കൾ പറയുന്നത് ചായക്കടക്കാരനായതുകൊണ്ടാണോ പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലേ? ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് ചായക്കടക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ പിന്നെ മാധ്യമങ്ങൾ ആക്ഷേപിച്ചത്, അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയത്, അദ്ദേഹത്തിൻ്റെ ലൈവ് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ പിന്നോക്കക്കാരൻ. ഇതൊക്കെ എപ്പോൾ പഠിച്ചു നിങ്ങൾ? ഇതൊക്കെ എപ്പോൾ മുതലാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്? എന്തേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു മനോഭാവം ഉണ്ടാകാൻ കാരണം? അപ്പോൾ യൂട്യൂബിലെ ലൈവിനെ കുറിച്ചൊക്കെ ഒരു മാധ്യമത്തിൽ സ്വാഭാവികമായിട്ടും ആ മാധ്യമത്തെ സംബന്ധിച്ച് സെൻസേഷണലായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ അങ്ങോട്ട് ക്യാമറ തിരിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. ഞാനും സന്ദീപ് വാര്യരും ശിവദാസും ഉൾപ്പെടെയുള്ളവർ ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ പോലും സെൻസേഷണലായിട്ടുള്ളൊരു വാർത്ത ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മാറ്റിവെക്കാറുണ്ട്. അത് ആ വ്യൂവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡേൺ വിഷ്വൽ മീഡിയാസിൻ്റെ ലോകത്ത് അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റേറ്റിങ്ങിനെ സംബന്ധിച്ച് അങ്ങനെയാണ് പിന്നെ താങ്കൾ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇന്ന് എല്ലാവരും കാണേണ്ടത് ജനം TV അല്ലേ? കാരണം എല്ലാ ചാനലും പ്രധാനമന്ത്രിയെ ഒഴിവാക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ മുഴുവൻ ഫോളോവേഴ്സാണ്. പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരും ആരാധിക്കുന്നവരുമാണെങ്കിൽ ഇന്ന് ജനം TVക്ക് കോടികളുടെ വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വസ്തുതകളെ നമ്മൾ വസ്തുതകളായി കാണണ്ടേ? ഇനി പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുന്നു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ മീശയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നു. ഇവിടെ മാധ്യമങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുന്നേ. ഇത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം. നിങ്ങൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു, നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ സന്ദീപ് വാര്യർ ഉൾപ്പെടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പിന്നെ ഒരു ഗുണമുണ്ടായി, നിങ്ങളുടെ കേരളത്തിലെ നിങ്ങളുടെ വർക്കിംഗ് പാർട്ണർ നമ്മുടെ ശിവദാസിൻ്റെ പത്രം, ഇന്ന് പത്രത്തിൻ്റെ ഹെഡ്ലൈനെ കുറിച്ച് കൂടി താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയൊക്കെ ഹെഡ്ലൈൻ ഒന്ന് വായിക്കാം. ഇവിടെ രൗദ്രം രാഹുൽ എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ ഹെഡിങ്. സജ്ജം പ്രതിപക്ഷം എന്നാണ് സിറാജിൻ്റെ ഹെഡിങ്. രാഹുൽ പ്രകരം എന്നാണ് കേരള കൗമുദിയുടെ ഹെഡിങ്. കത്തിക്കയറി രാഹുൽ എന്നാണ് ദീപികയുടെ ഹെഡിങ്. നിർഭയത്വമാണ് ഇന്ത്യ എന്നാണ് മാധ്യമത്തിൻ്റെ ഹെഡിങ്. വിറപ്പിച്ച് രാഹുൽ എന്നാണ് ചന്ദ്രികയുടെ ഹെഡിങ്. ആരെയും ഭയമില്ല ആളിക്കത്തി രാഹുൽ വീക്ഷണം. രാഹുൽ ഷോക്ക് മനോരമ. നന്ദി രാഹുൽ മാതൃഭൂമി. പക്ഷേ ഞാൻ ഇന്നത്തെ ദേശാഭിമാനി എടുത്തൊന്ന് അരിച്ചു പറക്കി. ദേശാഭിമാനിയുടെ എല്ലാ പേജിലും, ബാക്കി എല്ലാം ഫ്രണ്ട് പേജാണ്, ലീഡിംഗ് സ്റ്റോറിയാണ്. ദേശാഭിമാനി അരിച്ചു പറക്കിയിട്ടും രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ സംസാരിച്ചതായിട്ട് ഒരു വാചകം പോലുമില്ല. ആ പാർലമെൻറ്റിൻ്റെ മൊത്തം പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് അവിടെ സംസാരിച്ചിട്ടുള്ള MP-മാരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേരൂടെ എഴുതി പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മറ്റു മാധ്യമങ്ങൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ശ്രീ സന്ദീപ് വാര്യറിന് തോന്നലുണ്ടെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ജന്മഭൂമിയും അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ ജനം TVയും മാത്രമല്ല, നിങ്ങൾക്ക് ദേശാഭിമാനി കൂടി ഉണ്ട് എന്ന് താങ്കൾക്ക് ആശ്വസിക്കാം. ഞാൻ അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം അത് പറഞ്ഞു പോയില്ലെങ്കിൽ ശിവദാസ് താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണ്, MP ആയിരുന്ന ആളാണ്, താങ്കൾക്ക് MP ആണ് ഇപ്പോഴും. താങ്കൾക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാം, ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ഉൾപ്പെടെ ഒരു സീറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട്, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഒരു സീറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് മിനിമം നിങ്ങളുടെ ആ പാർട്ടിയുടെ നിലപാട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന ആ മേഴ്സി ഉണ്ടല്ലോ, നിങ്ങളോട് കാണിച്ചിരിക്കുന്ന കരുണ, ആ കരുണയുടെ ഭാഗമാണല്ലോ ഈ പറയുന്ന രാജസ്ഥാനിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെയെങ്കിലും പ്രതിഫലം പറഞ്ഞു മനസ്സിലാക്കണം. കേരളത്തിലെ CPM നേതാക്കന്മാരോട് നിങ്ങൾ പൊട്ടക്കണ്ടിലെ തവളകളാണ്, ദേശീയ രാഷ്ട്രീയം അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം ശ്രീ ശിവദാസിന് ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭവശാൽ താങ്കളെ ഓർമ്മിക്കുകയാണ്. ഇനി ഞാൻ വസ്തുതയിലേക്ക് വരാം. ഇവിടെ എന്താ പറഞ്ഞേ? അപ്പോൾ സന്ദീപ് വാര്യരുടെ പരാമർശം എന്താണ്? ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് ഇന്ന് വോയിസ് കൊടുത്തില്ല. ഇവിടെ അഭിലാഷ് ഇപ്പം സന്ദീപ് വാര്യറിന് അവസരം കൊടുത്തല്ലോ. സന്ദീപ് വാര്യർ എന്താ പറഞ്ഞത്? സന്ദീപ് വാര്യർ പറഞ്ഞത് മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാ.
സന്ദീപ് വാര്യർ ഈ മാധ്യമങ്ങൾ ഇന്ന് സ്പേസ് കൊടുത്തില്ല പ്രധാനമന്ത്രിക്ക് എന്ന് പറയുമ്പോൾ ആ സ്പേസ് താങ്കൾക്ക് തന്നപ്പോൾ താങ്കളൊന്ന് പറയണ്ടേ? പ്രധാനമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ പൊഴുത്തി പറയണ്ടേ? താങ്കൾ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി. അപ്പോൾ നിങ്ങളുടെ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ലെന്നേ. ഇവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മുടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചതും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, എല്ലാ പ്രിന്റ് മീഡിയയും എല്ലാ വിഷ്വൽ മീഡിയയും ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ സ്പീച്ച് 2 മണിക്കൂർ 10 മിനിറ്റ് 1 മണിക്കൂർ 40 മിനിറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിലെ കണ്ടന്റ് തന്നെയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ച പരമപ്രധാനമായ ഇവിടെ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയാണല്ലോ. ആ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ കൃത്യമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചോ നെഹ്റുവിനെ കുറിച്ചോ അംബേദ്കറെ കുറിച്ചോ അല്ല അദ്ദേഹം സംസാരിച്ചത്. സംസാരിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കാലിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ആ ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നല്ലോ NDA എന്ന് മുതലാണ് ഈ പരീക്ഷ ഏറ്റെടുത്തത്. ഇവിടെ മുറുക്കാൻകടയിലും പിന്നെ ഓൺലൈനിലും ചോദ്യപേപ്പർ കിട്ടുന്ന രീതിയിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചോദ്യപേപ്പർ, അത് ഒരു പരീക്ഷ എന്നല്ല ഏത് പരീക്ഷയും സാന്ദർഭികമായി ഒരു പരീക്ഷ പേപ്പർ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഏത് പരീക്ഷയും ചോദ്യപേപ്പർ ഏത് വഴിയും നമുക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് പരീക്ഷകൾ മാറ്റിവെക്കുന്നു, നടത്തിയ പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്തെ നമ്മുടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അവരെയൊക്കെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചത് ഇന്നൊരു മറുപടി ഉണ്ടായോ? ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം, ഞങ്ങൾ പിടിച്ചോളാം എന്നുള്ള ഒറ്റ വാചകത്തിൽ പോവുക. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇന്ന് സ്പീക്കർ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള ഒരു MP സംസാരിക്കാനായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് സമ്മതിക്കുന്നില്ല. മണിപ്പൂരിനെ സംബന്ധിച്ച് ഒരു അക്ഷരം അദ്ദേഹം മിണ്ടിയോ? ഇന്നലെ ചോദിച്ച ചോദ്യമല്ലേ? സംസ്ഥാനത്തെ രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച്, നോട്ട് നിരോധനത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്, അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധിയെക്കുറിച്ച്, കർഷക സമരത്തെ സംബന്ധിച്ച്, അയോധ്യയിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം പറയുന്നല്ലോ. അദ്ദേഹം സർവേ നടത്തിയിട്ടും അയോധ്യയിൽ മത്സരിക്കാൻ തയ്യാറായില്ല, തോറ്റുപോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് എന്ന്. അതിനെക്കുറിച്ചെങ്കിലും അദ്ദേഹം ഒരു മറുപടി പറയണ്ടേ? അതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ പറയണ്ടേ? ഭരണപരമായിട്ടാണെങ്കിൽ ഞാൻ ഈ ചൂണ്ടിക്കാണിയ ദേശീയ ഏജൻസികളുമായി ബന്ധപ്പെട്ടും അഗ്നിവീറുമായും തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി എണ്ണി മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ദൗർഭാഗ്യവശാൽ നാഷണൽ ചാനലുകൾ കാണേണ്ടി വന്നു, അല്ലെങ്കിൽ പിന്നെ ജനത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. സ്വാഭാവികമാണ്. കാരണം ഇന്നിപ്പോൾ പിന്നെ ആ കേസിൻ്റെ ഈ എന്താ പറയുന്നത് മറ്റേ സിനിമയുടെ പഴയ സിനിമയുടെ പേര് ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സെൻസേഷനിലാണ്. ആ വാർത്ത കാണുമ്പോൾ ആ കക്കൂസ് പൊട്ടിക്കുന്ന ആ സീൻ പോലും കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രധാനമന്ത്രി അവിടെ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവിടെ സെൻസേഷനിലായിട്ട് വന്നതാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കണ്ടില്ല എന്നൊരു പക്ഷേ മാധ്യമങ്ങൾക്ക് തോന്നിക്കാണും. അതുകൊണ്ടാകാം അതിൽ നിന്ന് മാറിയത്, എനിക്കറിയില്ല. ഏതായാലും അപ്പോൾ ആ രീതിയിൽ പ്രധാനമന്ത്രി ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. പ്രധാനമന്ത്രിയോട് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എണ്ണി ചോദിച്ച ചോദ്യങ്ങൾക്ക് അതിന് മറുപടിയല്ലേ രാജ്യത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ മറുപടി എന്തെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി കള്ളം പറയുന്നു. രാഹുൽ എന്തൊക്കെയാ പറഞ്ഞത്? രാഹുൽ ഗാന്ധി കുട്ടിയാണ്. എന്തായാലും ഇപ്പോൾ പപ്പുന്ന് വിളിയങ്ങ് നിർത്തി കുട്ടിയാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കുട്ടിയാണോ? രാഹുൽ ഗാന്ധി പിന്നെ എത്രക്കാരനാണ്, വീറും വാശിയുമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണോ എന്ന് ഇന്നലെ നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗ സമയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ സമയത്ത് ചാടി എഴുന്നേൽക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ, പോയിന്റ് ഓഫ് ഓർഡറുമായി വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കുട്ടിയാണോ, രാഹുൽ ഗാന്ധി എങ്ങനെയാണെന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നോക്കൂ. ഇപ്പോൾ മാധ്യമങ്ങൾ മാത്രമല്ല, അഭിലാഷം ശ്രദ്ധിക്കണം. ഈ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഒക്കെ പ്രക്ഷേപണം നടന്ന TV-യുടെ ഒക്കെ ഉൾപ്പെടെയുള്ള റിവ്യൂ, ഓൺലൈനിൻ്റെ റിവ്യൂവിൽ അല്ലെങ്കിൽ അതിൻ്റെ കമൻസിൽ ഒന്ന് കാര്യം നോക്കണം. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ എല്ലാം പ്രോ BJP ആയിരുന്നു, ആന്റി രാഹുൽ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കണം കമൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നേ. ജനങ്ങളുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. മോദി കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ യുഗം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ രാഹുൽ കുട്ടിയാണ്, രാഹുൽ കള്ളം പറയും എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നതാ ദൈവങ്ങളുടെ ചിത്രം ഉപയോഗിക്കുന്നത് തെറ്റാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം. എന്താ കോൺഗ്രസ് പറയാൻ ഉദ്ദേശിച്ചത്? കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞ അഭയമുദ്രയുമായി ബന്ധപ്പെട്ട് എല്ലാ മതത്തിലും അത് പറയുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ് അതിനെ ഏതെങ്കിലും ഒരു മതത്തെയല്ല ഉപയോഗിച്ചത്. മറിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വന്തം നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് കന്യാകുമാരിയിൽ പോയല്ലോ. എന്തിനായിരുന്നു പോയിരുന്നത്? ധ്യാനം ഇരിക്കാനെന്നുള്ള പേരിൽ, ധ്യാനം എന്നുള്ള ഇൻവെർട്ട് കോമയിലിടണം. ആ ധ്യാനത്തിന് പോയി എന്നിട്ട് PR ഏജൻസിയിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോയും എടുത്ത് അതെല്ലാ പത്രത്തിലും എല്ലാ മാധ്യമങ്ങളിലും കൊടുത്തിട്ട് ഇതിനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അത് ചെയ്തയാൾ തന്നെ ഇത്തരത്തിൽ പറയുമ്പോഴാണ് അതിനെ നമ്മൾ എങ്ങനെ വിളിക്കണം എന്ന് ആലോചിക്കേണ്ടി വരുന്നത്. ശരി, ഓക്കെ. ഡോക്ടർ V. ശിവദാസൻ MP ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം
എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? പ്രധാനമന്ത്രി പല വിഷയങ്ങളിലും കോൺഗ്രസിനെ കടന്നാക്രമിച്ചു, പരിഹസിച്ചു. രാഹുൽ ഗാന്ധി കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ ബാലക് ബുദ്ധി പോലെയുള്ള പരാമർശങ്ങൾ നടത്തി. ഈ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പാർലമെന്ററി അനുഭവമാണോ ഇപ്പോൾ ഉണ്ടാവുന്നത്? ഒപ്പം ഇവിടെ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിന്റെ വിവരം ദേശാഭിമാനിയുടെ ദേശീയ പേജിൽ പോലും ഇല്ല. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ സമയം 2 മണിക്കൂർ എടുത്ത് സംസാരിച്ചത് നാളെ ഫ്രണ്ട് പേജിൽ വായിക്കാൻ പറ്റുമോ? ജ്യോതികുമാർ ചാമക്കാലയുടെ ആക്ഷേപം ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇത്രയും അപഹാസ്യമായ നിലയിൽ സംസാരിക്കുന്നത് ശരിയായ കാര്യമായിരുന്നില്ല. അതിലൊന്ന് ദേശാഭിമാനി പത്രത്തെക്കുറിച്ചാണ്. ആ പത്രത്തിൻ്റെ വാർത്തയും ഉള്ളടക്കവും ഒക്കെ വിശദീകരിക്കേണ്ടത് ആ പത്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്നാൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ദേശാഭിമാനി പത്രം ഒന്ന് വായിക്കാൻ തയ്യാറാവണം എന്നാണ്. അതിനുശേഷം അതിനെ വിമർശിക്കുന്നതായിരിക്കും നല്ലത്. ദേശാഭിമാനി പത്രത്തിൻ്റെ ഇന്നത്തെ 1-ാമത്തെ പേജിൽ ഏറ്റവും ശരിയായ നിലയിൽ അതിശയോക്തികളില്ലാതെ മറ്റു പല പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിശയോക്തികളില്ലാതെ എന്താണ് പാർലമെൻറ്റിൽ നടന്നത് എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പത്രം ദേശാഭിമാനിയാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ദേശാഭിമാനിയുടെ വാർത്തയിൽ അവിടെ രാഹുൽ ഗാന്ധി എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി അദ്ദേഹം പത്രം വായിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പേരും രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്നുള്ളതും അദ്ദേഹത്തിന് കാണാൻ പറ്റുമായിരുന്നു. അതിനൊപ്പം കേന്ദ്രത്തിൻ്റെ സമീപനത്തോട് എതിർത്ത് പ്രതിപക്ഷം പാർലമെൻറ്റിൽ നിന്ന് ബഹിഷ്കരിച്ചു പോയതിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ കൂട്ടായി എടുക്കുന്ന ആ സമീപനത്തെയും പരാമർശിച്ചുകൊണ്ടാണ് ദേശാഭിമാനി പത്രം വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ദേശാഭിമാനിയുടെ പ്രതിനിധി അല്ലെങ്കിലും ദേശാഭിമാനി പത്രം ഇന്ന് രാവിലെയും വായിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ അങ്ങയോട് ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത് അങ്ങ് പറഞ്ഞു എന്തിനാണ് ഞാൻ CPM-ൻ്റെ മറ്റു പ്രവർത്തകരെ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ഉപദേശിക്കണം, എന്താണ് CPM ഒരു ശരിയായ സ്റ്റാൻഡ് എടുക്കണം. രാജസ്ഥാനിൽ ദാനം കിട്ടിയ സീറ്റാണ്, രാഹുലിൻ്റെ ദാനം കിട്ടിയ സീറ്റാണ്. പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ദാനം കിട്ടിയ സീറ്റ് കൊണ്ട് ജീവിക്കേണ്ടുന്ന കാര്യമില്ല. അങ്ങ് മനസ്സിലാക്കിക്കൊള്ളൂ, കോൺഗ്രസിനോട് എതിർത്ത് രാജസ്ഥാൻ്റെ നിയമസഭയിൽ വിജയിച്ച BJP-യോട് എതിർത്ത് കോൺഗ്രസിനോടും BJP-യോടും എതിർത്ത് രാജസ്ഥാനിൻ്റെ നിയമസഭയിലേക്ക് ചുവന്ന കൊടിയുമായി നടന്നു പോയിട്ടുള്ള വ്യക്തിയുടെ പേരാണ് അമ്ര റാം എന്നുള്ളത് മറന്നുപോകരുത്. ആ അമ്ര റാമാണ് സിക്കറിൽ നിന്ന് CPIM-ൻ്റെ ചിഹ്നത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അങ്ങയോട് ഓർമ്മപ്പെടുത്തുകയാണ്. തമിഴ്നാട് അങ്ങ് പരാമർശിച്ചു. തമിഴ്നാടിൽ ലെഫ്റ്റിൻ്റെ സീറ്റ് 4ആണ്, കോൺഗ്രസിൻ്റെ സീറ്റ് 8ആണ്. കോൺഗ്രസിൻ്റെ സീറ്റ് 8ഉം ലെഫ്റ്റിന് കിട്ടിയിട്ടുള്ള സീറ്റ് 4ഉം DMK-ക്ക് അവിടെയുള്ള സീറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അവിടെ DMK 24 സീറ്റിൽ അവിടെ ജയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ അങ്ങയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ BJP-യുടെ പ്രതിനിധിയോടും, ഇത് ദേശീയ രാഷ്ട്രീയമാണല്ലോ, BJP ഉയർത്തുന്ന കടുത്ത വെല്ലുവിളിക്കെതിരായി ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ പാർട്ടികളെ മതനിരപേക്ഷ പാർട്ടികളെയാകെ യോജിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ അവരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ഇടകൊടുക്കരുത് എന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായവുമായി ദേശീയ രാഷ്ട്രീയത്തിൽ പോകേണ്ടുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഞാൻ പാർലമെൻറ്റിൽ സംസാരിച്ച ഒരാളാണ്. ഞാൻ അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ CPIM-ൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി സംസാരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി ഒരു നയ പൈസ കൈപ്പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ സംസാരിച്ചത്. നോക്കൂ, BJP-യുടെ അഴിമതി രാജ്യത്തെ ആകെ കാർന്നു തിന്നുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ആ അഴിമതിയെക്കുറിച്ച്, ആ അഴിമതിക്ക് കാരണമാകുന്ന നയപരിപാടികളെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തയുണ്ട്, ഹസ്രത്തിൽ 100ഓളം ആളുകൾ അവിടെ മരണപ്പെട്ടതിൻ്റെ ദുഃഖകരമായിട്ടുള്ള വാർത്തയും മനസ്സിലേറ്റിയിട്ടാണ് നമ്മൾ ഈ ചർച്ചയുടെ മുന്നിലിരിക്കുന്നത്. ആ പാവപ്പെട്ട മനുഷ്യർ, എത്രമേൽ പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാർ, അവർ ഒരു മതചടങ്ങിൽ പങ്കെടുത്തിട്ട് ആ ചടങ്ങിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇങ്ങനൊരു അപകടത്തിലേക്ക് ആ മനുഷ്യരെ തള്ളിയിട്ടിട്ടുള്ളത് അവിടുത്തെ ഭരണാധികാരികളല്ലേ. പിഞ്ചു കുട്ടികൾക്ക് ഓക്സിജൻ കിട്ടാതെ പെടഞ്ഞു മരിച്ച ഉത്തർപ്രദേശിൽ തന്നെയാണ് ആ തിക്കിലും തിരക്കിലും പെട്ട് 100ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരെ കൊലക്ക് കൊടുക്കുന്ന, കൂട്ടക്കുരുതിക്ക് കാരണമാകുന്ന നയം നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയുടെ ഭരണമാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് എന്നുള്ളതാണ് നാം
നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായിട്ട് കാണുന്നത്. ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷയൊരുക്കാൻ പറ്റാത്ത, ജനങ്ങളുടെ ജീവിതത്തിന് യാതൊരു ഉറപ്പും നൽകാൻ പറ്റാത്ത ഒരു ഭരണത്തെയാണ് നാം കാണുന്നത്. സർക്കാരിൻ്റെ കടുത്ത പരാജയം നമ്മളവിടെ കാണുകയാണ്. എന്തുകൊണ്ടാണ് ജനജീവിതത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് മോദിക്ക് പറയാൻ പറ്റാതെ പോയത്? രാം പഥ് നിർമ്മിച്ചിട്ട് ആ കുഴി, വലിയ കുഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 845 കോടി രൂപയാണ് അഭിലാഷ് ചെലവഴിച്ചത്. എന്നിട്ട് ഇപ്പോൾ കുഴിയിലാണ്. അവർ പണം 1800 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് അവിടെ റൂഫ് ചോരുകയാണ് എന്ന് അവിടുത്തെ പൂജാരിയാണ് പറയുന്നത്. RSS BJP അങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ എംപിമാർക്ക് പാർലമെന്റിൽ ഉന്നയിക്കാം. സന്ദീപ് വാര്യർ, നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പാർലമെന്റിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന് ശിശുക്കളുടെ ബുദ്ധിയാണ് എന്ന് പറയുന്നു. ഒപ്പം കോൺഗ്രസിന്റെ പെർഫോമൻസ് വളരെ മോശമാണെന്ന് പറയുന്നു. ഈ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി അവിടെ തല്ല് കിട്ടി, ഇടി കിട്ടി എന്നൊക്കെ വന്ന് കംപ്ലൈന്റ് പറയുന്നത് മാതിരി സഹതാപം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും. അതിനുമുമ്പ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞത്. ഈ ഭീഷണി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാനൊരു വാർത്ത കാണിച്ചു തരാം. ഈ വാർത്ത ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ നന്നായിരിക്കും. ഇത് 1976 ജൂൺ 27 മാതൃഭൂമി പത്രമാണ്. 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന മാതൃഭൂമിയുടെ അന്നത്തെ പത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാതൃഭൂമിയുടെ ഹെഡിങ് നന്ദി ഇന്ദിര എന്നായി മാറുമായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ആരായിരുന്നു മാധ്യമ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? ആരാണ് മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചത്? ആരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ അടക്കം ജയിലടച്ചത്? ആരാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത കൊടുക്കണമെങ്കിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്നും കളക്ടർ ഓഫീസിൽ നിന്നും സെൻഷറിങ് കഴിഞ്ഞ ശേഷം മാത്രം വാർത്ത കൊടുക്കാനുള്ള രീതിയിലേക്ക് ഈ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളെ തള്ളിവിട്ടത് എന്നൊക്കെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ചാമക്കാല. അതുപോലെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളുടെ കുത്തക BJP ഏറ്റെടുക്കേണ്ടതാണ്. നിങ്ങളാരും ഏറ്റെടുക്കാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഹിന്ദു തീവ്രവാദം എന്ന് പാർലമെന്റിന് പുറത്തു വന്ന് നിങ്ങളുടെ തന്നെ ആഭ്യന്തരമന്ത്രി പരസ്യമായി പറയുകയും പിന്നീട് പ്രതിഷേധത്തിന്റെ ഭാഗമായി മാപ്പ് പറയുകയും ചെയ്യേണ്ട അവസരത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുക്കുന്ന നിങ്ങളുടെ നിലപാട് പരിശോധിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ ശക്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായി ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായി നിങ്ങൾ നിരന്തരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് ആ ഹിന്ദുക്കളുടെ വിശ്വാസം സംബന്ധിച്ചും ഹിന്ദുക്കളുടെ താല്പര്യം സംബന്ധിച്ചും ചില അഭിപ്രായങ്ങൾ പറയാനും അവർക്കൊപ്പം നിൽക്കാനും BJP ഉള്ളൂ എന്ന് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ഇവിടെ മീശ വിവാദം ഉണ്ടായ സമയത്ത് VD സതീശനെടുത്ത നിലപാടെന്തായിരുന്നു? എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസ് എടുത്ത നിലപാടെന്തായിരുന്നു? നിങ്ങൾ അന്നും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ അതാണ്. നിങ്ങൾക്ക് അപ്പീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഗാലറിക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ചില നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇവിടെ എത്ര രാഷ്ട്രീയമായിട്ടുള്ള നഷ്ടം നേരിടേണ്ടി വന്നാൽ പോലും കേരളത്തിലും ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആരോപണമായിട്ട് ഉന്നയിക്കാം. ഞങ്ങൾ അത് അഭിമാനമായിട്ട് തന്നെ ഏറ്റെടുക്കും. അതിലൊരു തർക്കവും വേണ്ട. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പ്രസംഗം സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞ ആക്ഷേപം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, മോദിയുടെ പ്രസംഗം ജനൻ TV കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനൻ TV കാണാൻ നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. ബാർക്കിന്റെ റേറ്റിംഗ് ഒക്കെ വരുമല്ലോ അടുത്ത ആഴ്ച. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ റേറ്റിംഗിൽ പോലും ഒരിടം കിട്ടാത്ത, കോൺഗ്രസ്സുകാർ പോലും കാണാത്ത ജയ്ഹിന്ദ് എന്നൊരു ചാനലുണ്ട്. ആ ചാനലിന്റെ കാര്യമൊക്കെ ആലോചിച്ച് ചാമക്കാല സങ്കടപ്പെട്ടാൽ മതി. ജനൻ TV പലപ്പോഴും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് മത്സരിച്ച് ശബരിമല സമരകാലത്തൊക്കെ പ്രൈം ടൈമിൽ 1ാം സ്ഥാനത്ത് വന്ന ചില ചാനലാണ്. ഏഷ്യാനെറ്റിനോട് പോലും മത്സരിച്ചിട്ടുള്ളത് റേറ്റിംഗിന്റെ കാര്യത്തിൽ. ഇന്നും ചാനൽ റേറ്റിംഗ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങളുടെ ജയ്ഹിന്ദ് ചാനൽ റേറ്റിംഗിൽ ഒരിടത്തും ഇല്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയും ജനൻ TV നിങ്ങളെക്കാൾ എത്രയോ ഉയർന്ന സ്ഥാനത്താണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വലിയ തിരിച്ചുവരവിനെ കുറിച്ചൊക്കെയാണ്. എന്ന് നിങ്ങളും ചോദിച്ച ചോദ്യം അതാണ്. രാഹുൽ ഗാന്ധിയെ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ലേ മറുപടി പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയിലുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ തന്നെ മോദിജി പറഞ്ഞു ഭരണഘടന എന്നോട് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷനെ സീരിയസ് ആയിട്ട് എടുക്കാനാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ഏത് കണ്ടക്സ്റ്റിലാണ് പറഞ്ഞത് നമുക്കറിയാം. രാഹുൽ ഗാന്ധി പറയുകയാണ് ഞാൻ കടന്നു വരുമ്പോൾ മോദിയുടെ മുഖം സീരിയസ് ആണെന്ന് പറയുകയാണ്. നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരെ കുട്ടികളെന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത്? ഇന്നലെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ മുഴുവൻ തകർന്ന തരിപ്പണമായിട്ട് ജ്യോതികുമാർ ചാമക്കാല അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ലല്ലോ.
അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻറോൾ ചെയ്യപ്പെട്ട അഗ്നിവീരന് കോമ്പൻസേഷൻ കിട്ടിയില്ല എന്ന പച്ചക്കള്ളം രാജ്യത്തിന്റെ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന് ആ കുടുംബം പോലും നിഷേധിച്ചിട്ടും 1,10,00,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ആ കുടുംബം പറഞ്ഞിട്ടും ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അത് സ്പർശിക്കാതെ ജ്യോതികുമാർ ചാമക്കാല കടന്നുപോയില്ലേ? അപ്പൊ എന്തുകൊണ്ടാ തുടർച്ചയായിട്ട് നിങ്ങൾ നുണ പറയുന്നു? ഓരോരോ വിഷയങ്ങളും നുണ പറയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പച്ച നുണ ഇലക്ഷൻ സ്പീച്ച് പോലെ വന്ന് പറയാനുള്ള ഇടമല്ല പാർലമെന്റിന്റെ നടുത്തളം എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടണം. അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണെങ്കിൽ, ഭരണഘടനാ പദവി ഉണ്ടെങ്കിൽ അതിന്റെ അന്തസ് അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. അവിടെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക, അതോടൊപ്പം അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കണ്ടെക്സ്റ്റിൽ ഹിന്ദു ദൈവങ്ങൾ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, മറ്റ് മതവിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നു. ഇസ്ലാം മതത്തിൽ അത്തരം ഒരു മുദ്രയ്ക്കും സ്ഥാനമില്ല എന്ന് ഇസ്ലാം മതത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ബോഡികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇസ്ലാം മതത്തെ കോട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ സിഖ് മതത്തെ കോട്ട് ചെയ്യുന്നു. ഇങ്ങനെ മതങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചിഹ്നം, തെരഞ്ഞെടുപ്പ് ചിഹ്നം ഈ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുകയാണ്. ഈ മതങ്ങളൊക്കെ, ഈ മതത്തിന്റെ സ്ഥാപകരൊക്കെ അതല്ലെങ്കിൽ മതവിശ്വാസികളൊക്കെ കോൺഗ്രസിന്റെ പ്രചാരകരാണ് എന്നാണോ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഹിന്ദു ദൈവങ്ങളൊക്കെ കോൺഗ്രസിന്റെ പ്രചാരകരാണ്, കോൺഗ്രസിന്റെ ചിഹ്നം കാണിക്കുന്നു എന്നാണോ രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഈ വിശ്വാസത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ഒരു പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുണ്ടാകും. ആ എതിർപ്പുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സ്പീക്കർ പലതവണ രാഹുൽ ഗാന്ധിയെ തിരുത്തിയല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുന്ന സമയത്ത് ചെയറിനെ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടതിന് പകരം ആ ചെയറിനെ അവഹേളിക്കുന്ന രീതിയിൽ തുടർച്ചയായി പുറകോട്ട് തിരിഞ്ഞു നിന്ന് തന്റെ അംഗങ്ങളോട് സംസാരിക്കുന്ന രീതി, ഇത് എവിടുത്തെ രീതിയാണ്? ചുരുങ്ങിയ പക്ഷം 10 തവണ പാർലമെന്റിലേക്ക് ജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിലെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ, മിസ്റ്റർ രാഹുൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന്? അല്ലെങ്കിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ട്യൂട്ടറായിട്ട് പണിയെടുക്കുന്ന KC വേണുഗോപാൽ പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? രാഹുൽ ഗാന്ധി 99 സീറ്റ് ജയിച്ചുകൊണ്ട് മെച്യൂരിറ്റി കൂടി നടത്തില്ലല്ലോ. 99 സീറ്റ് ജയിച്ചത് എന്തോ വലിയ കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ 3ാം തവണയും തോറ്റു എന്നൊന്ന് അംഗീകരിക്കുക. നിങ്ങളെ ജനങ്ങൾ പ്രതിപക്ഷത്താണ് വീണ്ടും ഇരുത്തിയത് എന്ന് എന്തേ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു? ഒരു പ്രീ പോൾ അലയൻസായി മത്സരിച്ച് ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമെന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ച് വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിയാണ് എന്ന് എന്തേ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്തത്? ശരി. എന്നിട്ട് 99 സീറ്റ് കിട്ടിയപ്പോൾ ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞിവിടെ ആഹ്ലാദപ്രകടനം നടത്തുകയാണ്. ഈ 99 സീറ്റ് ജയിച്ചാൽ, 98 സീറ്റ് ജയിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുന്നത്? അവിടെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഉപമ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നിങ്ങൾ 98 ജയിച്ചെന്ന് പറയുമ്പോൾ അത് 100-ൽ 98 അല്ല, 543-ൽ 98 ജനങ്ങളോട് പറയണം. നിങ്ങൾ 98 ജയിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾ 100 സീറ്റിൽ ആകെ 100-ൽ 98 ജയിച്ച പോലെയാണ് നിങ്ങൾ പ്രചരണം നടത്തുന്നത്. അതിനെയാണെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമന്ത്രി കൃത്യമായി നിങ്ങൾ ആരോപിച്ച ആക്ഷേപങ്ങൾക്ക് പാർലമെന്റിൽ ഫ്ലോറിൽ കിട്ടാവുന്ന സമയത്തിനനുസരിച്ച് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ രാജ്യത്തെ ജനാധിപത്യവാദികളെ ഒന്നടങ്കം ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടിനെ സ്വീകരിക്കുമോ? എത്രമാത്രം മോശമായിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരവിടെ പ്രതികരിച്ചത്? രാഹുൽ ഗാന്ധി തന്നെ തന്റെ അംഗങ്ങളോട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സ്പീക്കർക്ക് തിരുത്തേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും അത് ചെയ്യരുത്. തന്റെ സഹപ്രവർത്തകരോട് സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കാൻ കൈ നിവർത്തി ആവശ്യപ്പെടുന്ന തരംതാണ നിലയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് പോകരുത് എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. ഇതെന്തൊരു നാണക്കേടാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് തുടർച്ചയായി തടസ്സപ്പെടുന്നത് എന്തെങ്കിലും വലിയ ഹീറോയിസ് ആണോ? രാജ്യത്തെ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ തരം താഴ്ത്തുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു. 60 വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസിൽ നിന്ന് ഇത്രയും തരംതാണ രാഷ്ട്രീയ സമീപനം ഒരു തരത്തിലും ആരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നേതൃത്വമുള്ള കോൺഗ്രസിന് ഇതിൽ കൂടുതൽ ഒരു മാന്യതയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല നോക്കൂ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇതൊരു ഗൂഢാലോചനയാണ്, ഹിന്ദുക്കളെ അവഹേളിക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇത് മുമ്പും നടത്തിയിട്ടുണ്ട് എന്നാണ് ഹിന്ദുക്കളെ പറ്റി ഇങ്ങനെ പറയുന്നു. നിങ്ങളുടെ സഖ്യകക്ഷി ഡെങ്കുവിനോടും മലേറിയയോടും സനാതന ധർമ്മത്തെ ഉപമിച്ചു. ഇതുപോലെ മുമ്പ് ഹിന്ദു ടെറർ എന്ന വാക്ക് കോയിൻ ചെയ്ത നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും. പക്ഷേ നൂറ്റാണ്ടുകളോളം ഈ രാജ്യം പൊറുക്കില്ല എന്നാണ്. അപ്പോൾ ഒരു ഹിന്ദു ഡിഫൻസ് അവിടെ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിക്കും BJPക്കും സഹായകരമാകുന്ന വിധത്തിലായിപ്പോയോ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം? ഞാൻ സന്ദീപ് വാര്യർ നിർത്തിയിടത്ത് തന്നെ തുടങ്ങാം. ഇവിടെ എന്താ പറയുന്നത്? പ്രതിപക്ഷത്തിൻ്റെ അവിടുത്തെ പ്രതിഷേധം അംഗീകരിക്കാനാകില്ല. എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? പ്രതിപക്ഷം എന്താ ആവശ്യപ്പെട്ടത്? എന്തിനായിരുന്നു? താങ്കൾ ചോദിച്ച ചോദ്യത്തിനും അതിൽ ഉത്തരമുണ്ട്. ഹിന്ദി മനസ്സിലാകുന്ന അദ്ദേഹം ഇംഗ്ലീഷിലോ അല്ല സംസാരിച്ചത്, മോദി ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. ഹിന്ദിയിലാണല്ലോ ഇന്നലെ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നും
അവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ BJP-ക്കാർ ഹിന്ദുവിൻ്റെ പേരിൽ അക്രമം കാണിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ സ്പെസിഫിക്, ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല, ഇന്നലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തതാണ്, എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്, എല്ലാ പ്രിന്റ് മീഡിയയിലും കൃത്യമായി വന്നിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയവൽക്കരിക്കാൻ, അതിലൂടെ രാഷ്ട്രീയമായ ലാഭം കൊയ്യാൻ വീണ്ടും പതുങ്ങിയിരിക്കുന്ന BJP-യുടെ നേതൃത്വം, അത് പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ എഴുന്നേറ്റ് തെറ്റിദ്ധാരണാജനകമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇവിടെ വർഗീയമായ ധ്രുവീകരണത്തിന് വീണ്ടും ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്നലെ നീക്കം ചെയ്യാൻ തയ്യാറാകാതിരുന്ന സ്പീക്കറെ കൊണ്ട്, ശ്രീ ഓം ബിർളയെ കൊണ്ട് രാത്രി ഭീഷണിപ്പെടുത്തിയിട്ടാവാം ഒരുപക്ഷെ, എനിക്കറിയില്ല. ഏതായാലും ഇന്ന് അദ്ദേഹം അത് നീക്കം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പേരിലാകാം, നമുക്കറിയില്ല അതിൻ്റെ അന്തർധാര എന്താണെന്ന്. ഏതായാലും ഇന്നും നീക്കം ചെയ്തിരിക്കുന്നു. എന്തിൻ്റെ പേരിൽ? അവിടെ ഒരു പ്രതിപക്ഷ നേതാവല്ല, ഈ പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ താങ്കളോട് വേറെ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നേ, ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. താങ്കൾ എന്നെ കൊണ്ട് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ താങ്കളോട് നിർത്ത് ഞാൻ താങ്കൾ പറഞ്ഞു കേട്ടോണ്ടിരുന്നല്ലേ. ഞാൻ താങ്കളോട് കേൾക്ക് താങ്കൾ പറഞ്ഞിട്ടേ പോകും. ഞാൻ താങ്കളോട് മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചിരുന്നു, താങ്കൾ മിണ്ടിയോ? ഞാൻ താങ്കളോട് നീറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു, താങ്കൾ മിണ്ടിയോ? ഞാൻ വിലക്കയറ്റത്തെ കുറിച്ച് താങ്കളോട് ചോദിച്ചിരുന്നു, മിണ്ടിയോ? നോട്ട് നിരോധനത്തെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? തൊഴിലില്ലായ്മയെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? താങ്കളോട് കാർഷിക പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? കർഷക സമരത്തെ കുറിച്ച് ചോദിച്ചിരുന്നു, മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. പിന്നെ ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഞാൻ പറയാനാ വന്നിരിക്കുന്നത്. അഗ്നിവീരുമായി ബന്ധപ്പെട്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ ഒരു സൈനികന്റെ മകനാണ്. ഇപ്പോൾ ഈ പട്ടാളത്തിൽ ചേരുന്നവർക്കെല്ലാം ഒരേ പാരിറ്റിയാണോ? എല്ലാവർക്കും ഒന്ന് തന്നെയാണോ കിട്ടുന്നത്? നേരത്തെ വന്നുകൊണ്ടിരുന്ന സൈനികർക്ക് ലഭിക്കുന്നതും അഗ്നിവീറിന് ലഭിക്കുന്നതും ഒരേ പേയ്മെന്റ് ആണോ? പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം തെറ്റിദ്ധാരണ പരത്തുന്നു, നിങ്ങൾ കേസെടുക്കുന്നേ. താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ പാർലമെന്റിൽ കാണിക്കുന്നത് ശരിയാണെന്ന്. നിങ്ങൾ 143 വരെ പുറത്താക്കിയില്ലേ? എന്തായിരുന്നു സാഹചര്യം? അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം. നിങ്ങളുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും കിട്ടി തിരിച്ചു. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന്. ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള സീറ്റുകളുടെ അന്തരം വളരെ കുറവാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു സൈഡിൽ നായിഡുവും മറ്റേ സൈഡിൽ നിതീഷ് കുമാറും വേണം എന്ന കാര്യം താങ്കൾ മറക്കരുത്. അവരുടെ രണ്ടുപേരുടെയും തോളത്ത് കൈയിട്ടുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ഞെളിഞ്ഞ് നിൽക്കാൻ കഴിയൂ എന്ന കാര്യം താങ്കൾ ഇപ്പോൾ മറക്കരുത്. പഴയ BJP അല്ല പാർലമെന്റിലെ ഇപ്പോഴത്തെ BJP. നിങ്ങളുടെ സംഖ്യ, എണ്ണം നാമമാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഭൂരിപക്ഷമില്ല. നിങ്ങൾ ഒരു സൈഡിൽ നരേന്ദ്രമോദി നിൽക്കുമ്പോൾ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞതുപോലെ നായിഡുവിൻ്റെ തോളിലും മറു സൈഡിൽ നിങ്ങൾ നിതീഷ് കുമാറിൻ്റെ തോളിലും കൈയിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ബലമുള്ളൂ എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഞങ്ങൾ ഒരിക്കലും സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദമായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിപക്ഷത്തായിരുത്തിയിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായി താങ്കൾ ഇപ്പോൾ പറയുന്നല്ലോ ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു എങ്ങനെയായിരിക്കണം പാർലമെന്ററി പ്രൊസീജിയേഴ്സ് എന്ന്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞെന്താ, ഇതേ സന്ദീപ് വാര്യർ തന്നെ പറയുന്നു, വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് അതേ സന്ദീപ് വാര്യർ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി തൻ്റെ പക്ഷത്തുള്ള അംഗങ്ങളെ നോക്കി എന്തോ സംസാരിച്ചു എന്ന്. അതും അത്ര സില്ലിയല്ലേ സന്ദീപ് വാര്യരെ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ ഹിന്ദുക്കളുടെ അട്ടിപ്പറാവകാശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ താങ്കളെ ഓർപ്പിക്കുന്നത്, ഞാനും താങ്കളുമായി എത്രയെങ്കിലും ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലെ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമാണ് കേസിൽ പോകുന്നത്, ഞങ്ങൾ മാത്രമാണ് പ്രതിരോധിക്കാനുള്ളത്, ഞങ്ങൾ മാത്രമാണ് പ്രതിഷേധിക്കാനുള്ളത്. അന്നും ഞങ്ങളൊരു നിലപാടെടുത്തിരുന്നു. ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ, മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആ വർഗീയ വിഷം ചീറ്റുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, അത് പ്രധാനമന്ത്രിയിൽ തുടങ്ങി താങ്കളിൽ ഉൾപ്പെടെ താഴോട്ടുള്ളവരിൽ ഉൾപ്പെടെ നിങ്ങൾ വർഗീയമായ ചേരിതിരുണ്ടാക്കിയുള്ള നിങ്ങളുടെ രാഷ്ട്രീയം, അത് ഇനി ഇന്ത്യയിലെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിൾ കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ശ്രീ ഇദ്ദേഹത്തിന് നമ്മുടെ ശിവദാസിനോട് ഒരു മറുപടി പറയാം. ശ്രീ ശിവദാസ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുള്ള ദേശാഭിമാനിയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വന്നുള്ള ദേശാഭിമാനി പത്രമാണ്. അതിൻ്റെ 7ാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്, താങ്കളൊന്ന് കാണണം. താങ്കൾ ഡൽഹിയിലെ പത്രത്തെക്കുറിച്ച് പറഞ്ഞു. ആ 7ാമത്തെ പേജിൽ വാർത്ത കടന്നാക്രമിച്ച് പ്രതിപക്ഷമെന്നാണ്. ആ പ്രതിപക്ഷം കടന്നാക്രമിച്ച് എന്ന് പറയുന്ന ആ വാർത്തയിൽ വളരെ കൃത്യമായി 3 കോളമുള്ള വാർത്തയാണ്. ഒരു ഫോട്ടോയുമുണ്ട്. അതിൽ ആദ്യത്തെ ഫുൾ കോളവും രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഒരു വാചകം പറയുന്നുണ്ട്. ലോക്സഭയിൽ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചതിനെ കുറിച്ച് വാതോരാതെ 2 പാരഗ്രാഫ് 2 കോളം മുഴുവൻ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി, മഹുവ മൊയ്ത്ര, എ രാജ, മനീഷ് തിവാരി തുടങ്ങിയവരും, രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, സഞ്ജയ് സിംഗ്, മനോജ് ദാ, തിരുച്ചി ശിവ തുടങ്ങിയവരും സർക്കാരിനെ കടന്നാക്രമിച്ചു. ഈ പത്രത്തിൽ ആകെ രാഹുൽ ഗാന്ധിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഏക സെന്റൻസ് അതാണ്.
15 എംപിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്തിട്ട് ഇവർ ലോക്സഭയിൽ പ്രസംഗിച്ചു എന്ന് മാത്രമാണ് ശ്രീ ശിവദാസ് ഉള്ളത്. അതാണോ ഇന്നലെ നടന്നിട്ടുള്ളത്? ഈ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം അവരങ്ങനെയാണോ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്? അതായിരുന്നോ ശരി? ഞങ്ങൾക്ക് പരാതിയില്ല. കാരണം നിങ്ങൾ കേരളത്തിൽ എന്താ പറയുന്നത്, ഇത് കേരളത്തിലെ നമ്മുടെ ഘടകത്തിൻ്റെ കൺട്രോളിലാണല്ലോ. ആ കൺട്രോളിലുള്ള പത്രത്തിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങൾ BJPയുടെ B ടീം ആയതുകൊണ്ട് തന്നെയാണ്. താങ്കൾക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. താങ്കൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എനിക്ക് ഞാൻ സംബന്ധിച്ചു. താങ്കൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം സംസ്ഥാന നേതൃത്വത്തെ. ഞാൻ അതാ താങ്കളോട് പറഞ്ഞത്, സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ രാഷ്ട്രീയം എങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് സംസ്ഥാന നേതൃത്വത്തോടും ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററോടും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി, ഓക്കെ. ഡോക്ടർ വി ശിവദാസൻ, നോക്കൂ, ഇന്ന് പാർലമെന്റിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ചില കാര്യങ്ങളിൽ ജഗദീപ് ധൻഖർ മല്ലികാർജ്ജുൻ ഖാർഗെയോട് പലവട്ടം വിയോജിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ മുഴുവൻ സമയവും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ മുദ്രാവാക്യം മുഴക്കി തടസ്സപ്പെടുത്തിയത് ജനാധിപത്യപരമായ രീതിയാണോ? പ്രധാനമന്ത്രിക്കാവട്ടെ രാഹുൽ ഗാന്ധിക്കാവട്ടെ പറയാനുള്ളത് പറയണമല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്നു, മറ്റ് പല പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ അത് പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഡിസ്റപ്ഷൻ മോഡിലേക്ക് പ്രതിപക്ഷം പോയത് ശരിയായോ? ഇനി അങ്ങോട്ട് ഇതായിരിക്കുമോ സ്ട്രാറ്റജി? ഇതിൽ പാർലമെൻറ്റിൽ അംഗബലം കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് ആരും സംസാരിക്കേണ്ടതില്ല എന്ന സമീപനമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് സഭാനാഥന്മാരെടുക്കുന്ന സമീപനം എന്ത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടുന്ന കാര്യം ഇവിടെ ഇല്ല. കാരണം അത് നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തിന് എത്രമേൽ സമയം അനുവദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ സംസാരങ്ങളോട് പൊതുവിൽ ട്രഷറി ബെഞ്ച് എന്ത് സമീപനം എടുക്കുന്നു, അതിൽ ചെയർ എടുക്കുന്ന സമീപനം ഒരു തുറന്ന ചർച്ച ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന സഹായമാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ BJP അതിൻ്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? അഗ്നിവീർ അതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള രാജ്യത്തെ യുവാക്കളെ, തൊഴിലില്ലാത്ത ആളുകളെയൊക്കെ കഷ്ടപ്പാടിലേക്ക് തള്ളിവിട്ടുള്ള നയങ്ങളുമായിട്ട് ഇനി അങ്ങോട്ട് പോകുന്നതാണ്. അഗ്നിവീറിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. അവിടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ പൈസ കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഓർമ്മിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ കൂടിയാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തിലൂടെ പെൻഷനും ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു വിഭാഗമാണ് അഗ്നിവീർ എന്ന് പറയാൻ പറ്റുമോ? ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് യൂസ് ആൻഡ് ത്രോ അവരെ സർവീസിലെടുക്കുന്നു, ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നു എന്നുള്ളതിലേക്ക് ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഇന്ത്യക്ക് സ്വീകരിക്കാൻ പറ്റുക? ഈ മോദിയുടെ ഭരണത്തിലുണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളും എടുക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതൊന്നും പരാമർശിച്ചിട്ടില്ല. രാമൻ്റെ പേര് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. രാമക്ഷേത്രം ചോർന്നൊഴിക്കുന്നതിനെക്കുറിച്ച് ഈ അവിടുത്തെ മുഖ്യ പൂജാരി തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പം RSSും BJPയും പറയുന്നത്, ആ പൂജാരി പറയുന്നത്, ആ പുരോഹിതൻ പറയുന്നത് കളവാണ് എന്നാണ്. അവിടെ റൂഫ് ചോർന്നൊഴിക്കുന്നുവെന്ന് പൂജാരി പറയുന്നത് തെറ്റ് എന്ന് പറയുന്ന ഈ കൂട്ടർ ആരാണ് പൂജാരിയെ നിശ്ചയിച്ചത്, നിയമിച്ചത്? ഞങ്ങളല്ല. ആരാണ് റൂഫ് അവിടെ ക്ഷേത്രത്തിന് ഘടിപ്പിച്ചത്? ഞങ്ങളല്ല. റൂഫിന് തെറ്റുപറ്റിയോ അതോ പൂജാരിക്ക് തെറ്റുപറ്റിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഏതായാലും ചോരുന്നുണ്ടെന്ന് പറഞ്ഞത് പൂജാരിയാണ്, പൂജാരിയെ നിയമിച്ചത് നിങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റോഡ് രാംപത്ത് കോടികൾ 840 കോടി ചെലവഴിച്ചതാണ്. അത് കുണ്ടും കുഴിയുമായി നിൽക്കുന്ന വലിയ ഗർത്തമായി മാറിയിട്ടുള്ളതിൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നു. അടൽ സേതു 18,000 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണ്. അതിന് വിള്ളലുകൾ, അതിന് ക്രാക്സ് വന്നിരിക്കുന്നതെന്ന് റിപ്പോർട്ട് നമ്മളെല്ലാവരും വായിച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനെ കൊടിയ അഴിമതി വ്യാപത്തിൻ്റെ പിന്തുടർച്ചയിൽ ഇപ്പോൾ നീറ്റിൻ്റെ മുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായ അഴിമതികളുടെ ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രസംഗത്തിൽ പരാമർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നീറ്റിൽ ആ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ നീറ്റൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ആദ്യമായിട്ടാണോ? 2021 പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി, 22 നമ്മൾ കേട്ടു, 23 അതിൻ്റെ തുടർച്ച നമ്മൾ അനുഭവപ്പെട്ടു, 24 വീണ്ടും നീറ്റിലെ വലിയ കുംഭകോണം നമ്മുടെ മുമ്പിൽ വരുന്നു. UGC നെറ്റ് എക്സാം
ക്യാൻസൽ ചെയ്യപ്പെടുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശരി. എന്തേ പ്രധാനമന്ത്രിക്കാവുന്നില്ല? അതിന് നേതൃത്വം നൽകുന്ന മന്ത്രി ഇപ്പോഴും അതേ ചുമതലയിൽ തുടരുന്നു എന്നുള്ളതും നാം കാണുന്ന കാര്യമാണ്. ശരി, അവസാനത്തെ 30 സെക്കൻഡ് സമയമാണ്. ശ്രീ സന്ദീപ് വാര്യർ, നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞതുപോലെ മൂന്നാം വട്ടത്തിൽ 3 ഇരട്ടി കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് 3-ാം വട്ടം തുടങ്ങിയത് മുതൽ പ്രശ്നങ്ങളാണ്. വിമാനത്താവളത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നു, പാലങ്ങൾ തകരുന്നു, അമ്പലം ചോരുന്നു, ചോദ്യപേപ്പർ ചോരുന്നു. മൊത്തത്തിൽ 3-ാം വട്ടം കഷ്ടകാലമാണോ? ഒന്ന് ചാമക്കാല പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അഗ്നിവീർ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കാതെയാണോ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് പ്രസംഗിക്കുന്നത്? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഫാക്ട്സ് പരിശോധിക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഞങ്ങളുടെ ആക്ഷേപം. അദ്ദേഹത്തിന് ദൈവമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല, അതുകൊണ്ട് പറ്റിയതാ. പോട്ടെ, വിട്ടേരെ. ചമക്കൽ എന്റെ സമയമാണ്, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, നിങ്ങൾ ഈ വളരെ സീരിയസ് ആയിട്ടൊരു അലിഗേഷൻ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടൊരു അലിഗേഷൻ, അതിന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിദണ്ഡവാദം, അതിന്റെ ഞങ്ങൾ ശവപ്പെട്ടിയുടെ കാര്യത്തിലൊന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല സന്ദീപേ. ചാമക്കാല മനസ്സിലായില്ലേ? എന്റെ സമയം അവസാന സമയമാണ് ചാമക്കാല. നിങ്ങൾ ബോഫേഴ്സിൽ കമ്മീഷൻ വാങ്ങി ശവപ്പെട്ടിക്ക് മുമ്പാണ് നിങ്ങൾ അന്വേഷിച്ച് അങ്ങനെ അഴിമതിയേ ഇല്ലാന്ന് കണ്ടെത്തിയത് നിങ്ങൾ തന്നെയാണ്. പ്രണബ് മുഖർജിയാണ് കണ്ടെത്തിയത്. ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീണ്ടും വീണ്ടും നുണ പറഞ്ഞു പറയുന്നത്. പ്രണബ് മുഖർജി ലോക്സഭയിൽ പറഞ്ഞാണ് അങ്ങനെ അഴിമതി ഇല്ലാന്ന് നിങ്ങൾ ആക്ഷേപ നിങ്ങളുടെ അതിനുശേഷമാണ് യു പി എ ലോക്സഭയിൽ നടത്തുന്ന പ്രസംഗത്തിലേക്ക് പിന്നെന്താ താങ്കൾ ബോഫേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്? ബോഫേഴ്സ് കേസ് ഉണ്ടെന്നേ. കമ്മീഷൻ ലോക്സഭയ്ക്കകത്ത് പ്രധാനമന്ത്രി റിബട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വസ്തുതാപരമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി 3 പേരോടും. വളരെ നന്ദി. സൂപ്പർ പ്രാൻഡ് അവസാനിക്കുന്നു. നമസ്കാരം.